പാതിരാ നേരത്തെ നടുറോടി വന്നിറങ്ങി ഒരു അച്ഛനും മകൾക്കും അന്തി ഉറങ്ങാനൊരിടം, ഒരു സംരക്ഷണം, ഇതേ ഞങ്ങൾ കൊടുത്തുള്ളൂ. അതിന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയതോ? മിസ്റ്റർ ശരത്, ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ വികാരം. വെളിച്ചെട്ടന്റെ അവനെ. കമ്മീഷണർ സാറേ, അതിക്രമിച്ചകത്ത് കയറി എന്റെ അധീനതയിലുള്ള ഒരു പാർട്ടി ഓഫീസാണ് അവൻ അടിച്ചു തകർത്തത്. നേരിട്ട് അവനോട് ഇടപെടാൻ എനിക്കൊരു ഡിപ്പാർട്ട്മെന്റിന്റെ മറ ആവശ്യമില്ല. അറിയാം മിസ്റ്റർ വിശ്വനാഥൻ, ഇത്തരത്തിലൊരു കേസിൽ നിങ്ങളോട് വരേണ്ട ആവശ്യമില്ലായിരുന്നു. പാർട്ടി ഓഫീസിൽ അനാശാസ്യ പ്രവർത്തനം നടത്താൻ സ്ത്രീകളെ കൊണ്ടുവന്നൊരു കാരണം പറഞ്ഞായിരുന്നു അല്ലെ ഞങ്ങൾ തല്ലിയത്. എടോ, എന്റെ തലതൊട്ടപ്പനാവാനല്ല തന്നെ ഇവിടെ CI വെച്ചിരിക്കുന്നത്. സ്റ്റോപ്പ് ഇറ്റ്. അർദ്ധരാത്രി, അതും ബന്ധു നേരത്ത് റോഡിൽ വന്നിറങ്ങിയ നിർധനരായ അച്ഛനും മകൾക്കും അഭയം കൊടുത്തതാണോ ഇവർ ചെയ്ത തെറ്റ്? സർ, ഞാൻ പറയുന്നത് വേണ്ട, തന്റെ വിശദീകരണം എനിക്ക് കേൾക്കണ്ട. അല്ലെങ്കിലും തനിക്കെതിരെ തന്റെ ഇടം കൂടുതലാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് എന്റെ അധീനതയിൽ വേണ്ട. ഇവനെ പോലുള്ളവർക്ക് വേണ്ടി സാർ ഇങ്ങനെ വാതുവരാ സംസാരിക്കുന്നത് കഷ്ടമാണ് സർ. കണ്ടില്ലേ മേലുദ്യോഗസ്ഥരോടുള്ള ധിക്കാരം? നിർത്ത. താനാരാ? ധിക്കാരികളായ കുഞ്ഞാടുകളെ നേർവഴിക്ക് നടത്തുന്ന മെത്രാച്ചനോ അതോ മാർപ്പാപ്പയോ? എടോ, തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്റെ ആളുകളെ അപമാനിക്കാനല്ല. മേലിൽ ഈ പ്രദേശത്ത് ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ അനുവാദത്തോട് മാത്രമായിരിക്കണം. അല്ലെന്ന് കണ്ടാൽ തന്റെ ഈ സ്റ്റാറും കോപ്പും തൊപ്പിയും ഊരി വെപ്പിച്ച് നടുത്തെരുവിൽ ഇറക്കും ഞാൻ. മനസ്സിലാകും എനിക്ക്? സോറി സർ. സ്റ്റാറും കോപ്പും തൊപ്പിയും ഊരി എന്നെ ഇങ്ങനെ ജനിച്ച വേഷത്തിൽ നടുറോഡിൽ ഇറക്കുമെന്നുള്ള സാറിന്റെ ജൽപ്പനങ്ങളുണ്ടല്ലോ, അത് എന്നോട് വേണ്ട. തന്നെ ഞാൻ ഒരു ചുക്കും ചെയ്യില്ല സർ. ബന്ദിന്റെയും ഹർത്താലിന്റെയും പേര് പറഞ്ഞ് ഇവനെ പോലുള്ളവർ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ സാർ അറിയണം. ഇന്നലെ ഞാനത് തടഞ്ഞില്ലായിരുന്നെങ്കിൽ റോഡരികിൽ മഴ നനഞ്ഞു കിടക്കുന്ന 2 ശവശരീരങ്ങളുടെ വാർത്തയായിരിക്കും സാറിനൊന്ന് കേൾക്കാൻ കഴിയുക. ആ അച്ഛനും മകൾക്കും കംപ്ലൈന്റ് ഇല്ലാത്തതുകൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഇടിച്ചെടുത്ത ഞാൻ ഇത്തരത്തിലുള്ളവന്മാരുടെ സേവ പിടിച്ച് എനിക്കെതിരെ ആയുധമെടുക്കാനുള്ള വ്യാമോഹമുണ്ടെങ്കിൽ അത് വേണ്ട. ഒളിക്കും ഞാൻ. സാറടക്കമുള്ള സകലവന്മാരുടെയും ജീവചരിത്രം ഒളിച്ചെഴുതിയിട്ടേ പോകൂ ഈ വിഷ്ണുദത്തൻ. കേട്ടതിൽ കവിഞ്ഞ വാക്സാമർത്ഥ്യം, ഒരൊറ്റയാന്റെ ചങ്കൂറ്റം. നിന്നോട് നേരിട്ടല്ല, നിനക്കായി കെണിയൊരുക്കുകയാണ് വേണ്ടത്. എനിക്കായി നീ തീർത്ത കെണിയിൽ നിന്നെ ഞാൻ വീഴ്ത്തും. അതിൽ നിന്ന് രക്ഷ നേടാനോ രക്ഷപ്പെടുത്താനോ പ്രപഞ്ചത്തിൽ നീ വിശ്വസിക്കുന്ന ഒരു ഈശ്വരന്മാരെ കൊണ്ടുപോലും കഴിയില്ല വിശ്വനാഥൻ. അത് ഞാൻ നിനക്കൊരുക്കുന്ന മരണക്കെണിയായിരിക്കും. ജസ്റ്റ് വെയിറ്റ് ഫോർ ദ പണിഷ്മെന്റ്. ഗുഡ് ലക്ക്. മോളെ ശർമ്മളെ, വേണ്ട വേണ്ട, എന്നെ തൊടുകയൊന്നും വേണ്ട. എന്ത് പറ്റി നിനക്ക്? ആ എത്തിയോ CI സാറ്? എന്റെ ദൈവമേ, ഈ കുപ്പായ എടുത്തണിഞ്ഞാ പിന്നെ ഇവിടെ ഒരാൾക്ക് വീടും വേണ്ട കൂടും വേണ്ട. ഇങ്ങനെ 2 അനിയത്തിമാർ ഇവിടെ ഉണ്ടെന്നുള്ള ഓർമ്മ പോലും ഇല്ല CI സാറിന്. ഇവളെന്താ ഇങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കുന്നത്? അതൊക്കെ പറയാം. ആദ്യം യൂണിഫോം ഒന്ന് മാറ്റിട്ടൊന്നേ, അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. എന്നിട്ടാവ സംസാരം. അല്ല, ഇവക്ക് എന്ത് പറ്റി പ്രമീളെ? എന്താടാ? അല്പം മുമ്പ് ഇവിടെ ഒരു ഫോൺ വന്നിരുന്നു. ആരോ 1-2 പേര് ശരിക്കും ചീത്ത പറഞ്ഞു. നിന്റെ ഏട്ടനോട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറയണോന്ന്. ഇല്ലെങ്കിൽ ആരാ വിളിച്ചേ? ആരാ വിളിച്ചെന്നാ പേരും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്ക. എന്നിട്ട് യൂണിഫോം ഇട്ടോണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങട്ടെ, അവന്മാരെ പിടിച്ചിട്ട് ഇടിക്കാൻ. നീ എന്തായി പറയുന്നേ? ഫോൺ ചെയ്ത് എന്റെ പെങ്ങന്മാരോട് അനാവശ്യം പറഞ്ഞ ഞാൻ അടങ്ങിയിരിക്കണോ? വേണ്ട, അടങ്ങിയിരിക്കണ്ട. ഏട്ടൻ പുറത്തു പോയിട്ട് വരുന്നവരെ ഞങ്ങൾക്ക് എന്ത് ടെൻഷനാണെന്നറിയോ? ഏട്ടൻ മാത്രം വിചാരിച്ചാൽ ഈ നാട് നന്നാക്കാൻ കഴിയുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? എന്നാലും മോളെ, ഈ കുപ്പായം അണിഞ്ഞ് ശമ്പളം വാങ്ങുമ്പോ 100% ഡിപ്പാർട്ട്മെന്റിനോട് നീതി കാണിക്കണ്ടേ ഏട്ടൻ? പറ. ഞങ്ങൾക്കറിയാം, ഞങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടം ഏട്ടന്റെ പ്രൊഫഷനോടാണ്. ഞങ്ങൾക്ക് സ്നേഹം തരാൻ മാത്രം ആരുമില്ല. അതെങ്ങനെ ജനിച്ചറിവാകും മുമ്പേ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയില്ലേ അച്ഛനും അമ്മയും? ഏട്ടനപ്പോ നിങ്ങൾ അങ്ങനെ കണ്ടിരിക്കണല്ലേ? അച്ഛനും അമ്മയും ഇല്ലാത്ത വിഷമം ഏട്ടൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ? ഉണ്ടോ മോളെ? ഏട്ടന് നിങ്ങളെ കവിഞ്ഞ് മറ്റൊന്നുമില്ല. എല്ലാറ്റിനേക്കാളും ഏട്ടന് വലുത് നിങ്ങളാണ്. ഇപ്പൊ പഠിക്കുന്ന ഭരതനാട്യ ക്ലാസിന്റെ കൂടെ ഇനി കുച്ചിപ്പൊടിയും കൂടെ തുടങ്ങിയ ആജീവനാന്തകാലം എനിക്ക് അന്നം മുട്ടാതിരുന്നേനെ. അത് തീരുമ്പോ നമുക്ക് കഥകളി തുടങ്ങാം. മാഷക്ക് കഥകളി അറിയോ? ഇല്ല, ഞാൻ ഇന്ന് പഠിക്കും, കുട്ടിയെ നാളെ ഞാനത് പഠിപ്പിക്കും. അപ്പോ സംഗതി എളുപ്പമല്ലേ? മനുഷ്യനെ പേടിപ്പിച്ചോ ദുഷ്ടൻ. ഇവിടെ അടുത്താണോ താമസം? മുഖത്ത് നോക്കടോ.
ഈ കൊച്ചി ഇങ്ങനാ, ആണുങ്ങളുടെ മുഖത്ത് നോക്കുകയല്ല. ഓ അതായിരിക്കും ഈ പെണ്ണുമായിട്ട് നടക്കുന്നത്. അതെ. അപ്പോ ചിരിക്കാനറിയാം. ചിരിക്കാനല്ല, കുട്ടിക്ക് സംസാരിക്കാനും പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ അറിയാം അല്ലേ? ഓഹോ, അപ്പൊ ചേച്ചിയായിരിക്കും മാസ്റ്റർ. ചേച്ചിയോ? അതെ. അതെ, ഞാൻ നടുവട്ടം ശ്രീശൈലേശൻ. കുട്ടിയുടെ വീട് എവിടെയാ? ഇവിടുന്ന് 2 നാഴിക നടക്കുമ്പോ ആദ്യം കാണുന്ന അഗ്രഹാര തെരുവ്. അവിടെ 3ാമത്തെ വീടാ. നാരായണ ശർമ്മയുടെ ഒരേ ഒരു പുത്രിയാ. എന്നാലേ നാളെ ഞാനും സാറും കൂടി അങ്ങോട്ട് വരുന്നു. എന്തിന്? അതെ, എന്തിനാ? ചുമ്മാ. അപ്പൊ നാളെ കാണാവേ. പോലീസുകാരാ. ചേച്ചി മക്കളൻ. എന്തിനായിരിക്കും വീട്ടിൽ വരുന്നത്? ചിലപ്പോ കുച്ചിപ്പൊടി പഠിക്കാനായിരിക്കും. കൂടെയുള്ള പോലീസുകാരനെ കണ്ടാലറിയാം എന്റെ കുച്ചിപ്പൊടി പഠിക്കാൻ ഭയങ്കര താല്പര്യമാണെന്ന്. നമുക്ക് പറ്റിയ ആളല്ലേ? അല്ല, ഇതാര്? അങ്ങോട്ടിരിക്കാം. മോളെ ഗായത്രി, കോഫി എടുത്തിട്ട്. എന്നെ മനസ്സിലായോ? പിന്നെ അന്നൊക്കെ നൈറ്റ് പാർട്ടി ഓഫീസിലെ. അതെ, അത് തന്നെ. അന്ത ഇടിയൻ സ്റ്റണ്ട് ഫൈറ്റ്. ഓ, ചെവി കേக்குது. ഓർമ്മയിരിക്കും സാർ. അന്ന് ഈ കടവുൾമാരി നീങ്ക വരലെന്നാ എൻ പൊണ്ണോട് മാനമേ പോയിരിക്കും. ആട്ടെ, വീട്ടിലാരൊക്കെ ഉണ്ട്? അപ്പ, അമ്മ? ഇല്ല, 2 പേരും മരിച്ചിട്ട് വർഷങ്ങളായി. എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരാണ് എന്റെ എല്ലാം. വേളിയൊന്നും ആകലയാ? ഇല്ല, നോക്കുന്നുണ്ട്. നോക്കുന്നുണ്ട്. ചെലപ്പോ ഇപ്പൊ തന്നെ നടക്കും വിവാഹം. അത് സമയത്ത് തന്നെ നടക്കണം, അല്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. എന്റെ മോളെ പോലെ. മോക്കെന്ത് പറ്റി? വരുന്ന ജാതകങ്ങളൊന്നും അവൾക്ക് ചേരുന്നില്ല. എന്നാ ജാതകം നോക്കാൻ വരുന്ന പോലെ. അത് പിന്നെ കുട്ടിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് അറിഞ്ഞു വെച്ചോണ്ട് ചതിക്കാൻ എന്നെ കൊണ്ടാവില്ല. ചൊവ്വാദോഷക്കാരിക്ക് ചേരുന്ന ജാതകമല്ലാച്ചാ ഭർത്താവിന് അപൂർത്തി ഉറപ്പാ. ജാതവും പണവും ഒന്നും പ്രശ്നമല്ലാതെ സ്വാമിയുടെ മകളെ കെട്ടാൻ ഒരാള് വന്ന കുലവും തറവാട്ടുമാവുമേ ഒന്നും നോക്കാതെ പിടിച്ചു കൊടുക്കുമോ മോളെ? കണ്ടിപ്പാ, അപ്പടി ഒരാളെ കിടക്കുമാപ്പാ. കിടക്കുമാവാന്നാ? കിടച്ചാച്ച് സ്വാമി, കിടച്ചാച്ച്. എവിടെ? ഇതാ, ഇത് തന്നെ കക്ഷി. നിജമാവാ? എന്റെ മോളെ ഈശ്വരൻ കാത്തു. ഇതുവരെ ഈശ്വരൻ കാത്തു. ഇനി അങ്ങോട്ട് ഈ ഈശ്വരൻ സാക്ഷാൽ വിഷ്ണു സാർ കാത്തോളൂ. ഇതുവരെ എണീറ്റില്ലല്ലേ? എഴുന്നേറ്റ് എണീക്കാൻ. ചായ തണുക്കും. എണീക്ക്. ബ്രഷ് ചെയ്യ്. ഹലോ, എവിടുന്ന? ഇപ്പൊ കൊടുക്കാട്ടോ. സ്റ്റേഷനിൽ ജഗന്നാഥൻ. ഹലോ. മൈ ഗോഡ്, ഇത്ര തിടുക്കത്തിൽ എങ്ങോട്ടാ? പോളി ക്ലിനിക്ക് വരെ. ഡോക്ടർ മിന്താലിയുടെ. ആ, വാർഡുണ്ട് സാർ. സാറേ, എന്റെ കുഞ്ഞ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? രാവിലെ ഒരു കവർപ്പാൽ എടുത്തു കുടിച്ചതാ. അപ്പൊ തുടങ്ങിയതാ തളർച്ചയും ഈ വായിന്ന് ഒരേ പതയും വരെ. എന്റെ ഡോക്ടർ സാർ, എന്റെ മോള് പോയി. അയ്യോ, എന്റെ മോളോ.
നോക്കി നിൽക്കാൻ അങ്ങോട്ട് മാറ്റി വെക്കേ. വേഗം ആവട്ടെ എന്ന്. കൊണ്ടുപോയിട്ട് ഒന്ന് പെട്ടെന്ന് ആവട്ടടോ. പോലീസുകാരെന്താ ഇവിടെ? എന്താ പോലീസുകാർക്ക് ഇവിടെ വരാൻ പാടില്ലേ? അല്ല, പാലിന് വേണ്ടിയാണെങ്കിൽ. ആണെങ്കിൽ നീ എന്താ ധാരധാരയായി ഘോരഘോരയായി അണ്ണാക്കിലേക്ക് ഒഴിച്ചു തരുമോ? എന്നാ ഒഴിയണം. അല്ല, സാറെന്താ ഇങ്ങനെ? പോലീസുകാരനോട് എന്താ സാറേ? കാലത്ത് കുടിച്ച മുഴുവൻ പാലും പുറത്തേക്ക് വരണ്ടെങ്കിൽ പറയണം. എവിടാ മാനേജർ? തൊഴുത്തിൽ. തൊഴുത്തിന് എന്താ ഇത്രയും നീളം? അല്ല സാർ, മാനേജർ തൊഴുത്തില്. അയാളാരാ, പശുവോ? അല്ല സാർ. ജഗന്നാഥൻ, കമോൺ. സാർ അയ്യോ 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 അയ്യോ. മറ്റൊന്നും തോന്നരുത്. ഇല്ല സാർ. ഒരുത്തിന് ശരിക്കിടിച്ചിട്ട് വർഷങ്ങളായി. അതുകൊണ്ടാ. എന്തൊരാശ്വാസം. ഇപ്പൊ കൈത്തരിപ്പ് മാറി. നമുക്ക് കാണാം. വരട്ടെ. ഓ ശരി. എന്താണ് ഇവിടെ കഴിക്കുന്നത്? വൃത്തിയായിട്ട് സൂക്ഷിച്ചൂടെ? ആരാടാ മാനേജർ? അതെയോ സാറേ? ഇവിടെ നടന്ന പാൽ ദുരന്തത്തിന് പിന്നിൽ ആരുടെ കൈയാടാ? എനിക്കറിയില്ല സാർ. സാറേ, ഇവനോട് ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. സാർക്ക് മറക്കേ, ഞാൻ രണ്ടെണ്ണം പൊട്ടിക്കാം. പറയണ പുല്ലേ. നിഷ്കളങ്കരായ പിഞ്ചു കുഞ്ഞുങ്ങളുടെയും നിർധനരായ ഗ്രാമവാസികളുടെയും മരണത്തിന് പിന്നിൽ നിന്റെ കൈയല്ലടാ. പൊട്ടി കഴിയണ അവനെ. തല്ലല്ലേ, എന്നെ കുട്ടി ചെയ്യിച്ചോ സാറ്? ആര്? മാവച്ചൻ, പൊള്ളാച്ചിത്തേവര്, പിന്നെ വിശ്വനാഥ സാറും. വിശ്വനാഥ്. ജനങ്ങളുടെ സന്തോഷമാണ് VTV മിൽക്ക് പ്രോഡക്ട്സിന്റെ ഐശ്വര്യം. വർഷങ്ങൾ കൊണ്ട് നമ്മൾ പടുത്തുയർത്തിയ പ്രസ്ഥാനം കള്ളത്തരത്തിലൂടെയോ കാപട്യത്തിലൂടെയോ അല്ല, മറിച്ച് നമ്മുടെ കഠിനമായ അധ്വാനവും ഇടയറ്റ അർപ്പണബോധവും കൊണ്ടാണ് ഇന്ന് ഈ നിലയിലെത്തിയത്. അടുത്ത പാൽ ഫാക്ടറി ഉണ്ടായ ദുരന്തം നമുക്കൊരു പാഠമായിരിക്കണം. ആ വിഷബാധയിൽ മരിച്ച പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള അനേകായിരം ആളുകളുടെ സ്മരണയ്ക്ക് മുന്നിൽ എണ്ണീറ്റ് നിന്നുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനം പാലിക്കാം. വിശ്വനാഥൻ, പൊള്ളാച്ചിത്തേവർ, വാവച്ചൻ, നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടാണത്. എന്തിന്? നിങ്ങൾ നന്ദിനി മിൽക്സിന്റെ മാനേജർക്ക് കോഴ നൽകി പാലിൽ വിഷം കലർത്തിയതിന്. പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരവധി സഹോദരീ സഹോദരന്മാരുടെയും മാതാപിതാക്കളുടെയും അപമൃത്യുവിന് കാരണമായ ദുരന്തത്തിന് ഉത്തരവാദി നിങ്ങളാണെന്ന് തെളിവ് സഹിതം ലഭിച്ചതിന് നിങ്ങൾ എന്നോടൊപ്പം വന്നേ പറ്റൂ. എതിർക്കാൻ ശ്രമിച്ചാൽ ഒന്നുകളയും എല്ലാത്തിനെയും. എടോ വിഷ്ണുദത്തൻ, തനിക്ക് ഞങ്ങൾ ആരാണെന്ന് അറിയില്ല. അറിയാമടോ, നിങ്ങളെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. ഞങ്ങൾ വിചാരിച്ച തന്നെ താനെന്നൊരു ചുക്കും ചെയ്യില്ല. നിങ്ങളാണ് ഇതിന് കാരണക്കാരെന്ന് മിൽക്ക് ഡയറി മാനേജറുടെ മൊഴി, നിർത്തനതായ നൂറുകണക്കിന് ആൾക്കാരുടെ കംപ്ലൈന്റുകൾ. ഇത്രയും മതി നിന്നെയൊക്കെ പിടിച്ച് അകത്തിടാൻ. എടാ വിഷ്ണു, എന്റെ പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ചു നിന്നെ ഞാൻ നിന്റെ അമ്മയുടെ ഒരു പൊളിറ്റിക്കൽ പബ്ലിസിറ്റിയിൽ എനിക്ക് താല്പര്യമില്ല. ചവിട്ടേന്റെ എല്ലോടിക്കണം പട്ടി. ഞങ്ങളുടെ ഈ ക്വാളിറ്റിയുള്ള ഫോട്ടോ ഏതെങ്കിലും പത്രത്തിൽ വന്ന നിന്റെയൊക്കെ പത്രം നിന്ന് കത്തും. ഓഹോ, അങ്ങനെ എടുക്കണ ഫോട്ടോ. ഇതിനെ അനുഭവിക്കും. അടിച്ച് തുറക്കണം. വിഷ്ണു, അവൻ അഹങ്കാരം കുറച്ച് കൂടുതലാണ്. ഞാൻ മുന്നാടിയാ ചൊല്ലിയില്ല. മുളയിലെ നുള്ളിയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇനി സംഭവിക്കാൻ പോകുന്നത് അവനാണ്. സാറിനെ പോലുള്ള ഒരു രാഷ്ട്രീയ പ്രമുഖൻ ഇവിടെ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എത്രയും പെട്ടെന്ന് എന്നെ ജാമ്യം അനുവദിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തതാണ്. പിന്നെന്താണ് സാർ അത് നിഷേധിച്ചത്? കോടതിയിൽ ആ മാനേജർ എല്ലാം ഏറ്റുപറഞ്ഞപ്പോൾ തന്നെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കുറ്റവാളികളായി. അവരുടെ കണ്ണുമൂടി കെട്ടാൻ 15 ദിവസം സബ് ജയിൽ റിമാൻഡ്.
അത് ഞങ്ങൾക്ക് ആവശ്യവുമാണ്. നാളെ നൈറ്റ് ഡ്യൂട്ടി ആർക്കാം? പ്രകാശിന്. നാളെ പ്രകാശിന് ലീവ്. ആ ഡ്യൂട്ടി രാജേഷ് ഏറ്റെടുക്കണം. സാർ അത് വേണ്ട, മറുചോദ്യം വേണ്ട, പറഞ്ഞതനുസരിച്ചാൽ മതി. അയ്യോ എനിക്ക് മതി. മര്യാദക്ക് കഴിച്ചില്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. എടുത്തി എനിക്ക് വേണം 4 ദോഷം കൂടി ആവാം. അല്ലേലും തിന്നാ നീ തന്നെ മിടുക്കി. ചുമ്മാ നല്ല എവിടെ തിന്നു ഭൂതം പോലെ നീ വരുന്നത്. പൊടി. നിനക്ക് വെച്ചിട്ടുണ്ട്. രണ്ടാളും മര്യാദ കഴിച്ചേ. നീ ഇവിടെ ഇരുന്നേ. അയ്യോ വേണ്ട ഏട്ടാ. ഇരിക്കുന്നേ. അപ്പ വരട്ടും. ഇനി ഞാനെടുത്ത് തരാം. പൊടി. അപ്പ ആർക്കും നീ എവിടെ ഇരിക്കേ, ഞാൻ പോയി നോക്കാം.
Ah!